വേണ്ട പ്ലീസ്, അവളെ ഒന്നും ചെയ്യരുതേ. കുഞ്ഞല്ലേ അവൾ, പ്ലീസ് ഒന്നും ചെയ്യരുത്. അടുത്ത കട്ടിലിൽ കിടന്ന മധുവിൻ്റെ പുലമ്പൽ കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. സ്വപ്നം കാണുകയാണെന്ന് കരുതി തിരിഞ്ഞു കിടന്നെങ്കിലും എനിക്കെന്തോ വല്ലായ്ക തോന്നി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റിട്ട് മധുവിൻ്റെ അരികിലേക്ക് നടന്നു. അവളാകെ വല്ലാതെ വിയർത്ത് കിടക്കുകയാണ്, വല്ലാതെ ഭയന്നതുപോലെ. മധു, 1-2 തവണ തട്ടി വിളിച്ചതിനു ശേഷമാണ് അവളൊന്ന് കണ്ണു തുറന്നത്. കണ്ണു തുറന്നതും വല്ലാതെ കിതച്ചു. വെള്ളമെടുത്തു കൊടുത്തപ്പോൾ എന്നെ ഒന്ന് സംശയിച്ചു നോക്കിയതിനു ശേഷം ഒറ്റ വലിക്കത് മുഴുവൻ കുടിച്ചു. അയ്യോ ഓക്കെ? യെസ്. എന്താ സ്വപ്നം കണ്ടത്? അത് ഓർമ്മയില്ല. എന്നോട് പറയണമെന്ന് നിർബന്ധമില്ല. താൻ ഓക്കെ അല്ലെന്ന് തോന്നി, അതാ ചോദിച്ചത്. ഇഫ് യു ആർ ഫൈൻ, കിടന്നോളൂ. എന്നെ ഒന്ന് നോക്കിയതിനു ശേഷം തല വഴി പുതപ്പ് പുതച്ച് ആൾ തിരിഞ്ഞു കിടന്നു. എന്തുകൊണ്ടോ ലൈറ്റ് ഓഫാക്കിയില്ല. അല്പം കൂടി സമയം അടുത്തിരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒപ്പം ഇരിക്കുന്നത് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി അതിൽ നിന്ന് പിൻവാങ്ങി തിരികെ എൻ്റെ കട്ടിലിൽ വന്നിരുന്നു. 2 ദിവസമായി ഇതേപോലെ ഉറക്കത്തിൽ ഓരോ പുലമ്പൽ കേൾക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 ആഴ്ച ആയതേ ഉള്ളൂ. ആദ്യത്തെ അകൽച്ചയും മുറിയിൽ തന്നെ സെറ്റിയിലുള്ള കിടപ്പും ഒരു നാട്ടിൻപുറത്തുകാരിയുടെ സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണെന്ന് കരുതി. പക്ഷെ അപ്പോൾ മുതൽ ഉറക്കത്തിൽ ഇതുപോലെയുള്ള പുലമ്പലുകൾ കേൾക്കാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു അപരിചിതനൊപ്പം ഒരു പങ്കിടുന്നത് ബുദ്ധിമുട്ടാണെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ഈ അടുത്തായി ഈ പുലമ്പലുകൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇത്തരം ഭയം ഒരു പെണ്ണിൽ ഉണ്ടാവുന്നതിൻ്റെ കാരണം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്പനേരം കൂടി ലൈറ്റ് അണയ്ക്കാതെ ഞാൻ കട്ടിലിൽ തന്നെ ഇരുന്നു. മധു ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. കാലത്ത് ഞാൻ എണീക്കുമ്പോൾ സെറ്റിയിൽ ആളുണ്ടായിരുന്നില്ല. എന്നോടൊഴികെ വീട്ടിൽ മറ്റെല്ലാവരോടും നല്ല അടുപ്പമാണ്. അച്ഛനോട് ഭയമാണോ ബഹുമാനമാണോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചിരുന്നു. പക്ഷെ തുടരെയായ അനുഭവങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞു, ഞാനും അച്ഛനും ഉൾപ്പെടുന്ന പുരുഷ സമൂഹത്തോടുള്ള ഭയമാണ് അവൾക്കെന്ന്. പുറത്തേക്ക് വിളിച്ചപ്പോൾ മുഖം വിളറുന്നതും അവിടെ ഭയം നിറയുന്നതും കണ്ടിട്ടും കാണാത്തതുപോലെ ഇരുന്നു. ഭർത്താവിൻ്റെ കൂടെ പുറത്തേക്ക് പോകാൻ വയ്യെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടാകും മടിയോടെയെങ്കിലും റെഡിയായി വന്നു. യാത്ര തുടങ്ങുമ്പോൾ ഞാനും അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഒപ്പമുള്ള ആളുടെ മാനസിക സംഘർഷം മനസ്സിലാക്കാൻ കഴിയാത്തൊരു മനുഷ്യനായിരുന്നില്ല ഞാൻ. താൻ എന്താടോ ഒന്നും സംസാരിക്കാറില്ലേ? മറുപടി ഒന്നും പറഞ്ഞില്ല, പകരം ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എനിക്ക് ആ മുഖം കാണേ അലിവ് തോന്നി. ഭയപ്പെടേണ്ട ആളോടൊപ്പമല്ല ഉള്ളതെന്ന് കയ്യിൽ അമർത്തിപ്പിടിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സംരക്ഷണത്തെ മറ്റൊരു രീതിയിൽ കാണുമോ എന്നുള്ള ഭയമായിരുന്നു ഉള്ളിൽ. ബീങ് എ വൈഫ്, തനിക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? പരിഭ്രമത്തോടെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഇനി എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? അതിനും മറുപടിയില്ല. എടോ, താൻ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ എന്ത് മനസ്സിലാക്കാനാ? എനിക്ക് സത്യം പറഞ്ഞാൽ തന്നെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയില്ല. എനിക്ക് നേരെ വെട്ടിത്തുറന്ന് സംസാരിക്കാനേ അറിയൂ. ഐ ഡോണ്ട് നോ ഹൗ ടു ബി ജെൻറിൽ, ബട്ട് ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു മേക്ക് യു കംഫർട്ടബിൾ. അപ്പോൾ മാത്രം ഒന്ന് ചിരിച്ചു. നമ്മൾ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ആളൊരു സൈക്കോളജിസ്റ്റാണ്. ഓവർ തിങ്ക് ചെയ്യരുതേ. എനിക്ക് തോന്നുന്നു യു നീഡ് സമ്മൺ ടു ഓപ്പൺ അപ്പ് വിത്ത് ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് ഹർ. താൻ പറയുന്നതൊന്നും തൻ്റെ അനുവാദമില്ലാതെ എന്നോട് ഷെയർ ചെയ്യുമെന്ന് കരുതണ്ട. ആൾ എത്തിക്സുള്ള കൂട്ടത്തിലാണ്. ഞാൻ ആഗ്രഹിക്കണമെന്ന് താൻ ആഗ്രഹിക്കാത്തതൊന്നും എനിക്കറിയാൻ വേണ്ട. ബട്ട് താൻ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. താൻ സ്വപ്നത്തിൽ എന്തൊക്കെയോ പറയാറുണ്ടല്ലോടോ. എന്തൊക്കെയോ അല്ല, ലിറ്ററലി അബൌട്ട് യുവർ ട്രോമ. ഐ ഡോണ്ട് നോ ആരാ, എന്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നൊന്നും. താൻ കണ്ടതോ അനുഭവിച്ചതോ ആ ഒരു പാസ്റ്റ് തന്നെ അലട്ടുന്നുണ്ട്. ഓപ്പൺ അപ്പ് വിത്ത് സംവൺ യു ട്രസ്റ്റ്. ആ കണ്ണുകൾ എപ്പോഴോ നിറഞ്ഞു തുടങ്ങിയത് ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്നു. എപ്പോഴോ കരച്ചിൽ ചീടുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. വണ്ടി മെല്ലെ സൈഡിൽ ഒതുക്കി നിശബ്ദമായി ഞാൻ അവളുടെ നോവുകൾക്ക് കൂട്ടിരുന്നു. എനിക്കൊരു പാസ്റ്റുണ്ട്, ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു പാസ്റ്റ്. എന്തുകൊണ്ടോ അവൾ എന്നെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു എന്നൊരു വിശ്വാസം തോന്നി. എനിക്കത് ഓർക്കണ്ട. വേണ്ട. അവളുടെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു സംരക്ഷണം അവളായിരുന്നുവെന്ന് തോന്നി. ഞാൻ ഒരുപാട് സ്നേഹിച്ച വിശ്വസിച്ച ഒരാളാണ് നിങ്ങൾ. ഇപ്പോൾ ഇത് മാത്രം അറിയുക. ഓക്കെ, ടേക്ക് യുവർ ടൈം. കുറച്ച് സമയം ഞങ്ങൾക്കിടയിൽ വല്ലാത്തൊരു നിശബ്ദത കലർന്നു. എനിക്ക് ആ നിമിഷത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും കഴിഞ്ഞില്ല. അതിന് തോന്നിയതുമില്ല. അവളും അപ്പോൾ മറ്റൊന്നും ആഗ്രഹിച്ചില്ലെന്ന് തോന്നി. ഞാൻ ആ കൈകളിൽ മുറുകെ പിടിച്ചു. ഇണയായി തുണയായി കൂടെ ഉണ്ടാകുമെന്ന് ഒരുറപ്പ് കൂടി നൽകിയത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.